മൊബൈൽ കൊണ്ട് കൊടുത്തതോടുകൂടി കുട്ടികൾ അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു. കൊറോണ സമയത്തോടു കൂടിയാണ് ഞാനൊരു 33 വർഷമായി ഞാൻ ട്യൂഷൻ സെൻറ്ററിൽ നിൽക്കുന്ന ഒരാളാണ്, ട്യൂഷൻ സെൻറ്റർ നടത്തുന്ന ഒരാളാണ്. അതിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൊറോണയ്ക്ക് മുന്നേ വരെ കുട്ടികളിൽ നല്ല ഒരു സ്വഭാവ പ്രകടനം ഉണ്ടായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നു. അധ്യാപകരുടെ അടുത്തും അതുപോലെ സമൂഹത്തിനോടും എല്ലായിടത്തും രക്ഷിതാക്കളും ഒക്കെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രക്ഷിതാക്കൾ ഉൾപ്പെടെ പരാതി പറയുന്നത് സാറേ സ്വഭാവത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നു. അത് ഈ മൊബൈൽ വന്നതിന് ശേഷമാണ്. കൊറോണയ്ക്ക് ശേഷം മൊബൈൽ കൊണ്ട് കൊടുത്തതോടുകൂടി കുട്ടികൾ അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു. പക്ഷെ എല്ലാ കുട്ടികളെയും ഞാൻ പറയുന്നില്ല, അത് ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ ഉപയോഗം മാത്രം അവർ ഉപയോഗപ്പെടുത്തുകയും എന്നാൽ അതിൻ്റെ അനാവശ്യ മേഖലകളിലേക്ക് അവർ പോകാത്തൊരു കാലഘട്ടമുണ്ട്. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. എന്നാൽ ഇതിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികളുണ്ട്. ആ മിസ്യൂസ് ചെയ്യുന്നത് ബഹുഭൂരിപക്ഷം കുട്ടികളാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് ഒരു നടപടി ഉണ്ടാവണം. കാര്യം ഈ ഏജ് ലിമിറ്റ് കൊടുക്കണം. മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഏജ് ലിമിറ്റ്. ഇപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റൊക്കെ പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. 18 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ മാത്രമേ മൊബൈൽ ഉപയോഗിക്കാവൂ. നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ ഒരു നിയമം വന്നാൽ അത് വളരെ ഉപയോഗമാകും. കാര്യം ഇല്ലെങ്കിൽ കുട്ടികളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും എന്ന് ഞാൻ ഒരു അധ്യാപന നിലയ്ക്ക് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 4-5 വർഷത്തിന് ശേഷം കുട്ടികളിൽ പ്രകടമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ മൊബൈലിൻ്റെ ദുരുപയോഗം അത് നിയന്ത്രണം വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് രക്ഷിതാക്കളോട് ഞാൻ PTA ഒക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട്.